എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളും അഭിഷേകം തുളുമ്പുന്ന ഗാനങ്ങളുമായിട്ട് നമ്മുടെ ഒപ്പമായിരിക്കുന്നത് നസറത്ത് സിസ്റ്റേഴ്സ് NS സഭാംഗമായിട്ടുള്ള സിസ്റ്റർ ഏഞ്ചൽ റോസാണ്. സിസ്റ്ററിൻ്റെ ഒരു സിദ്ധി എന്ന് പറയുന്നത് തന്നെ വളരെ അനുഗ്രഹപ്രദമായ വരികൾ എഴുതുകയും അതിന് ജീവനുള്ള മ്യൂസിക് നൽകുകയും അത് വളരെ സുന്ദരമായി ആലപിക്കുവാനും പറ്റുന്ന ഒരു അഭിഷേകം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ വിശേഷമായ അനുഭവങ്ങൾ പലതും നമ്മൾ കേട്ടു. ഇന്നേറെ വിശേഷമായ പല കാര്യങ്ങളും സിസ്റ്ററിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഇന്ന് കേൾക്കാനുണ്ട്. സിസ്റ്ററിൻ്റെ സുന്ദരമായൊരു ഗാനത്തിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. കുരിശിന്റെ പാതയിൽ നീങ്ങുമോരമ്മ, കുരിശുമായി നീങ്ങിടും പുത്രനെ നോക്കി ധൈര്യം പകർന്നൊരമ്മ, ആത്മധൈര്യം പകർന്നൊരമ്മ. കുരിശിന്റെ പാതയിൽ നീങ്ങുമോരമ്മ, കുരിശുമായി നീങ്ങിടും പുത്രനെ നോക്കി ധൈര്യം പകർന്നൊരമ്മ, ആത്മധൈര്യം പകർന്നൊരമ്മ. കുരിശിന്റെ പാതയിൽ നീങ്ങുമോരമ്മ, കുരിശുമായി നീങ്ങിടും പുത്രനെ നോക്കി ധൈര്യം പകർന്നൊരമ്മ, ആത്മധൈര്യം പകർന്നൊരമ്മ. വിമലഹൃത്തിൽ കടലോളമഴലുണ്ടാ മാതൃഹൃത്തിൽ, കുരിശേക്കാൾ ഭാരമുണ്ടാ
കുരിശുമായി നീങ്ങിടും പുത്രനെ നോക്കി ധൈര്യം പകർന്നൊരമ്മ, ആത്മ ധൈര്യം പകർന്നൊരമ്മ, ആത്മ ധൈര്യം പകർന്നൊരമ്മ. സിസ്റ്റർ, വളരെ മനോഹരമായ ഒരു മരിയ സ്തുതിഗീതം. കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയ അമ്മയുടെ എല്ലാ തീഷ്ണതയും അതിലുണ്ട്. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, പരിശുദ്ധ അമ്മ ഇല്ലായിരുന്നെങ്കിൽ വേദനിക്കുന്ന ഭൂമിയിലെ അമ്മമാർ ആരും നോക്കി സമാശ്വാസം കാണുമായിരുന്നു. സ്തോത്രഗീതത്തിൽ സ്ത്രീകളിൽ ഞാൻ അനുഗ്രഹം എന്ന് പറയുമ്പോഴും ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ വേദനകളിലൂടെയും സന്തോഷത്തോടെ പോയ ഒരമ്മയാണ്. ആ അമ്മയുടെ ഒരു സുന്ദര ചിത്രമാണ് സിസ്റ്റർ ഈ ഗാനത്തിലൂടെ കാണിച്ചു തന്നത്. വളരെ ഫീലായിട്ട് തന്നെയാണ്, ഹൃദയസ്പർശിയായിട്ട് തന്നെ കാണിച്ചു തന്നത്. ഈ പാട്ട് സിസ്റ്ററിൻ്റെ മനോഹരമായ വരികൾ, സംഗീതം, ആലാപനമൊക്കെ സുന്ദരം. ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് ഇരട്ടിയിലുള്ള ഉരുപ്പൻകുറ്റി എന്ന ഇടവകയിൽ ഞാൻ ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അന്ന് കാസറ്റുള്ള കാലഘട്ടം. അപ്പം അതൊന്ന് പോയി പഠിക്കാനോ കേട്ട് പഠിക്കാനൊന്നും നമുക്ക് സാഹചര്യമില്ല. ഇരട്ടിയിൽ പോകണം, അത് പിന്നെ പാട്ട് ചെന്ന് തപ്പിയെടുക്കണം, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒത്തിരി ഉള്ളിൽ, ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, ഒത്തിരി ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പുതിയ പാട്ടുകൾ പഠിക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളും പുതിയ പാട്ട് പാടും. 4 മണിക്ക് ആരാധനയുണ്ട്. ഫാദർ കുടിപ്പറമ്പിലച്ഛനാണ്, സാബു കുടിപ്പറമ്പിലച്ഛനാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് അച്ഛൻ. അപ്പം അച്ഛൻ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഞാനൊരു പുതിയ പാട്ട് പാടും. അല്ലല്ല അല്ലാതെ തന്നെ ഒരു പാട്ട് ഈശോ തരും. സിസ്റ്റർ എല്ലാ വെള്ളിയാഴ്ചയും സിസ്റ്റർ തന്നെ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്ത് പോയി പാടും അല്ലേ? അത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് അറിയത്തില്ല ഞാനിങ്ങനെ ഇത്. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ അവരിങ്ങനെ പാട്ട് ആ സമയത്ത് ഇപ്പൊ കറണ്ടിന്റെ ഒക്കെ ലഭ്യത കുറവുള്ളതുകൊണ്ട് പുതിയ ബാറ്ററി ഇട്ടിട്ട് ടേപ്പ് റെക്കോർഡിൽ ആണ് ഇപ്പം പാട്ട് പഠിച്ചോണ്ടിരുന്നത്. പഠിച്ചിട്ട് വരാന്നിരിക്കുക അവര്. അപ്പൊ അങ്ങനെ കേട്ട് പഠിച്ചതാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ. ആഴ്ചയിലൊരു സുന്ദരമായ ഒരു പാട്ട് വെള്ളിയാഴ്ച പാടി അത് ഞാൻ ഞായറാഴ്ചയും കൂടെ പാടും. അപ്പം തറവാകും, മനസ്സിനൊരു ധൈര്യം വരും. ശരിയാണ്, കുഴപ്പമില്ല, ആൾക്കാർ പറയുന്നത് കേൾക്കും. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സമയം കിട്ടുന്നുണ്ടോ ആ രീതിയിൽ? അത് പിന്നെ എപ്പം വേണേലും, അത് ഏത് സമയത്താണ് ഈശോ തരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജോലി ചെയ്യുമ്പോഴായിരിക്കും. പക്ഷേ ഞാൻ അവിടെ ആയിരിക്കുമ്പം മത്സരങ്ങൾക്ക് പിള്ളേരെ കൊണ്ടുപോകാനായിട്ട്, മിഷൻ ലീഗിന് മത്സരങ്ങൾക്ക് പിള്ളേരെ പാട്ടിന് കൊണ്ടുപോകാനായിട്ടൊന്നും നമുക്കവിടെ സാഹചര്യങ്ങളില്ല. മത്സരങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇച്ചിരി സെമി ക്ലാസിക്കലായിട്ടുള്ളൊരു പാട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരു പാട്ടില്ല, നമുക്ക് സാഹചര്യങ്ങളില്ല പഠിച്ച് തപ്പിയെടുക്കാനായിട്ട് പോകാനായിട്ടൊന്നും. അപ്പോൾ ഞാൻ ചാപ്പലിൽ കയറി ഈശോയോട് പറഞ്ഞു, ഈശോ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് അങ്ങനൊരു അവസരങ്ങളില്ല, എനിക്കൊരു പാട്ട് തരണം, സെമി ക്ലാസിക്കലായിട്ടൊരു പാട്ട് തരണം. എന്നിട്ട് അവിടെ ഇരുന്ന് എനിക്കൊരു പാട്ട് ഈശോ ആ സമയത്ത് തന്നെ തന്നു. ഇത് കോമ്പറ്റീഷന് പോയിട്ട് ഫസ്റ്റ് കിട്ടി. അത് പ്രൈസ് കേട്ടോ. സിസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് തമ്പുരാൻ നൽകിയിരിക്കുന്ന ഈ ഒരു ഗ്രേസ്. അത് എനിക്ക് സഭയുടെ നല്ല സപ്പോർട്ടുണ്ടല്ലേ നമുക്ക്? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ജന്നാൾമ സിസ്റ്റർ ജസീന്ത, കൗൺസിലേഴ്സ് എല്ലാവരും സഭ മുഴുവനും സപ്പോർട്ടാണ്. ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു കുറവ് വന്നാൽ തന്നെ സാരമില്ല പോട്ടെ എന്നങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് സിസ്റ്ററിൻ്റെ ഒരു ഗാനം കൂടി, ഒരു സുന്ദര ഗാനം കൂടി നമുക്കിപ്പോൾ കേൾക്കാം. തുടർന്നുള്ള വിശേഷങ്ങൾ ആ ഗാനത്തിന് ശേഷം നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്ന ഗാനം എൻ്റെ സമൂഹം ഒന്നിച്ചു ചേർന്ന് നിന്ന് പഠിച്ച് പാടിയ, ഒന്നായിട്ട് നിന്ന് ഒരു മനസ്സോടെ പാടിയ പാട്ടാണ്. എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു. നീലാകാശം പൂക്കുലഞ്ഞു ചെറുതാരകളാ, മണ്ണും
രൂപമെടുത്തൊരു സ്നേഹമേ ആരാധിക്കുന്നു ഞങ്ങൾ നീലാകാശം പൊൻകുലഞ്ഞു ചെറുതാരകളാ മണ്ണും വിണ്ണും പുളകിതമായി സ്നേഹരാജൻ പിറന്നിതാ. യുഗം രണ്ടായി പിളർന്നു യുഗം രണ്ടായി പിളർന്നു ദൈവപുത്രൻ ജനിച്ചു യുഗം രണ്ടായി പിളർന്നു. നീലാകാശം പൊൻകുലഞ്ഞു ചെറുതാരകളാ മണ്ണും വിണ്ണും പുളകിതമായി സ്നേഹരാജൻ പിറന്നിതാ. അവൻ എമ്മാനുവേൽ അവൻ എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ അവൻ സിസ്റ്റർ മനോഹരമായിട്ടുള്ളൊരു ക്രിസ്മസ് ഗാനമാണ് ഇത്. ഞാൻ വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നസറത്ത് സ്റ്റേജ് സഭയിലുള്ള ഒത്തിരി പേര് ചേർന്നിട്ടുള്ള ഒരു സുന്ദരമായൊരു ക്രിസ്മസ് ഗാനമാണ്. സെമി ക്ലാസിക്കലിലുള്ള ക്രിസ്മസ് ഗാനം എനിക്ക് അധികം ഉണ്ടായിട്ടില്ല അല്ലേ? ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മണിക്കട എന്ന ഇടവയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടവയിലെ ഒത്തിരി കുട്ടികളുണ്ട്, വലിയ ഇടവകയാണ്, ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോരോ ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ അവതരിപ്പിക്കാം. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ കരോക്കെ വേണമെങ്കിൽ ഇടാണ്ടിരിക്കുക, എങ്ങനെ വേണമെങ്കിലും. പക്ഷെ അത് പിള്ളേരുടെ വലിയൊരു പങ്കാളിത്തം വേണം. പരമാവധി പിള്ളേരെ കയറ്റണം. പിന്നെ വെറൈറ്റീസായിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും അതിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഈ ഒരു പാട്ട് ഈശോയോട് ചോദിച്ച് ഈശോ തന്നു. സുന്ദരമായിട്ടുണ്ട് കേട്ടോ, വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നൃത്താവിഷ്കാരമൊക്കെ വരുവാണെങ്കിൽ വളരെ വളരെ വിശേഷമായിരിക്കും. ഞാൻ സിസ്റ്ററിനോടൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, സിസ്റ്ററിന് ദൈവം നൽകിയിരിക്കുന്നൊരു പ്രത്യേക സിദ്ധിയാണ്, തമ്പുരാൻ നൽകിയിരിക്കുന്നൊരു വരം തന്നെയാണ്. മനോഹരമായിട്ട് ആത്മാഭിഷേകമുള്ള വരികൾ എഴുതുന്നു, അതിന് മനോഹരമായ അതിൻ്റെ ജീവൻ കളയാത്ത സംഗീതം നൽകുന്നു, അതിന് സുന്ദരമായ ഒരു ആലാപനം. ഇപ്പോൾ ഒരു 4 വരി സിസ്റ്റർ ഒന്ന് എഴുതി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാണ് എല്ലാ ഗാനം എഴുതുന്നു പറയും. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു 4 വരി എഴുതി അതിൻ്റെ ജീവനോടുകൂടിയുള്ള ഒരു നല്ല സംഗീതം കൊടുത്ത് ഒരു ഗാനം ആലപിക്കാമോ? നോക്കാം, ഒന്ന് ട്രൈ ചെയ്താലോ അല്ലേ? ചെയ്ത് നോക്കാം. ദിവ്യകാരുണ്യമേ ആനന്ദ സ്നേഹമേ ദിവ്യകാരുണ്യമേ ആനന്ദ സ്നേഹമേ എന്നിലൊന്നാലും ചേരുവാൻ വെമ്പൽ പൂണ്ടു നിൽക്കുമെൻ യേശുവേ യേശു
വളരെ നിമിഷ നേരം കൊണ്ട് ആ വരികൾ എഴുതുകയും ഭംഗിയായിട്ട് അത് സംഗീതം നൽകുകയും ഒട്ടും സമയങ്ങളെ തന്നെ അത് സുന്ദരമായിട്ട് ആലോചിച്ചു. നല്ലൊരു ദിവികാരൻ്റെ ഗീതമാണിത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമുക്ക് 4 വരിയായി. ഇനി ഇതിൻ്റെ കോറസ് എഴുതണം, അനുപല്ലവി എഴുതണം, ചരണം എഴുതണം. ഇത് കംപ്ലീറ്റ് ആക്കില്ലേ സിസ്റ്ററെ? നല്ലൊരു കുർബാന സ്വീകരണത്തിനുള്ള ഒരു സുന്ദരമായൊരു ഗാനമായിരിക്കും ഇത്. ഇത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. തീർച്ചയായും. വളരെ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡുകളിൽ കഴിഞ്ഞ 2 ഇപ്പം ഇന്നും കൂടി 3 എപ്പിസോഡുകളിൽ മുഴുവൻ നസ്സറത്ത് സിസ്റ്റേഴ്സ്, നസ്സറത്ത് സഭാംഗമായിട്ടുള്ള പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏഞ്ചൽ റോസിൻ്റെ അനുഭവങ്ങളാണ്. ആ നസ്സറത്തിൻ്റെ ചൈതന്യം മുഴുവൻ സിസ്റ്ററിൻ്റെ അഭിഷേകത്തിൽ ആ ചൈതന്യം മുഴുവനുണ്ട്. സിസ്റ്ററിൻ്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും സിസ്റ്ററിൻ്റെ ഗാനങ്ങളിലൊക്കെ ഉണ്ട്. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് വന്നത് സൗണ്ടിൻ്റെ ഒരു ക്രൈസിസ് വന്നത്. 3ാം ക്ലാസ്സിൽ വെച്ച് സിസ്റ്ററിൻ്റെ ശബ്ദം മുഴുവൻ പോയതാണ്. പിന്നീട് സഭയിൽ ചേർന്നതിന് ശേഷമൊക്കെ പിച്ചൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ സിസ്റ്റർ ആലപിച്ച ഗാനങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കി അതെല്ലാം ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഏത് ഹൈ ലെവലിലൊക്കെയാണ് പോകുന്നത്. തമ്പുരാൻ്റെ സ്പർശമുണ്ട് സിസ്റ്ററിൻ്റെ. വീണ്ടും ഒത്തിരി ഗാനങ്ങൾ തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു ഉപകരണമായി തീരുവാൻ സിസ്റ്റർ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു അച്ഛ, താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ ഒരു പാട്ടും കൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. വളരെ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ അച്ഛൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് അച്ഛൻ ഉറപ്പായിട്ട് സിസ്റ്റർ. ഒത്തിരി സന്തോഷമേ ഉള്ളൂ. ഇതൊരു ഗാനം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റിയുള്ളൊരു ഗാനമാണ്. ഇത് എഴുതിയത് ഞങ്ങൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ജോസ് ഒഴലക്കാട്ടച്ചനാണ്. അദ്ദേഹം പള്ളിപ്പുറം പള്ളി ഫൊറോന വികാരിച്ചനായിരുന്നു. ഇപ്പോൾ ആമ്പല്ലൂർ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലെ വികാരിച്ചനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ അച്ഛൻ എഴുതി ജോയ് ചേട്ടൻ സംഗീതം നൽകിയ ഒരു മനോഹര ഗാനമുണ്ട്. അത് ഞാനിപ്പോൾ ആലപിക്കാം. ജനിച്ചവനാ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഈ ജനം നിന്നെ വിളിച്ചു കേടുന്നു 2ാം ക്രിസ്തുവായി. ഈ ജനം നിന്നെ വിളിച്ചു കേടുന്നു 2ാം ക്രിസ്തുവായി. 2ാം ക്രിസ്തുവായി. ഫ്രാൻസിസേ, വിശുദ്ധ ഫ്രാൻസിസേ, അസീസി തന്നനുഗ്രഹമേ, ആമ്പല്ലു കാലംബമേ, അശരണത്താശ്വാസമേ. യജമാനനെ തന്നെ സേവിക്കുവാൻ നീ ദൃഢമായി നിശ്ചയിച്ചു. എൻ ദൈവമേ, എൻ സർവസ്വമെന്ന് ഉള്ളിൽ നീ ഉദ്ഘോഷിച്ചു. യജമാനനെ തന്നെ സേവിക്കുവാൻ നീ ദൃഢമായി നിശ്ചയിച്ചു. എൻ ദൈവമേ, എൻ സർവസ്വമെന്ന് ഉള്ളിൽ നീ ഉദ്ഘോഷിച്ചു. ജീവജാലങ്ങളെ മാറോടണച്ചു നീ സ്നേഹഗായകനാ. നിൻ സൂര്യകീർത്തനമാലാപനത്താൽ സമാ
സമാധാനദൂതനുമായി സമാധാനദൂതനുമായി. ഫ്രാൻസിസേ, വിശുദ്ധ ഫ്രാൻസിസേ, അസിസി തന്നനുഗ്രഹമേ, അമ്പല്ലുക്കാലംബമേ, അശരണത്താശ്വാസമേ. ദിവ്യകാരുണ്യത്തിൻ സ്നേഹത്തണലിൽ നീ സാധുവേ പരിചരിച്ചു. ജീവിത ദാരിദ്ര്യം വ്രതമായി കരുതി നീ മറ്റൊരു ക്രിസ്തുവായി. ദിവ്യകാരുണ്യത്തിൻ സ്നേഹത്തണലിൽ നീ സാധുവേ പരിചരിച്ചു. ജീവിത ദാരിദ്ര്യം വ്രതമായി കരുതി നീ മറ്റൊരു ക്രിസ്തുവായി. നിഷ്കാമകർമ്മത്തിൻ മാതൃക നൽകി നീ ഏവർക്കും സോദരനായി. വിണ്ണിലനശ്വരമുടിച്ചൂടുവാൻ നീ പഞ്ചക്ഷതങ്ങളുമേറ്റു. പഞ്ചക്ഷതങ്ങളുമേറ്റു. കാലിത്തൊഴുത്തിൽ ജനിച്ചവനാ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഈ ജനം നിന്നെ വിളിച്ചു കേഴുന്നു രണ്ടാം ക്രിസ്തുവായി. ഈ ജനം നിന്നെ വിളിച്ചു കേഴുന്നു രണ്ടാം ക്രിസ്തുവായി. രണ്ടാം ക്രിസ്തുവായി. ഫ്രാൻസിസേ, വിശുദ്ധ ഫ്രാൻസിസേ, അസിസി തന്നനുഗ്രഹമേ, അമ്പല്ലുക്കാലംബമേ, അശരണത്താശ്വാസമേ, അശരണത്താശ്വാസമേ, അശരണത്താശ്വാസമേ. അച്ഛാ, വളരെ മനോഹരമായിട്ടൊരു പാട്ടാണ്, ഹൃദയസ്പർശിയായിട്ടൊരു ഗാനമാണിത്. ഇതിൻ്റെ വരികളും ഫ്രാൻസിസ് അസീസിനെ ജീവനോടെ കൊണ്ട് കാണുന്നത് പോലുള്ളൊരു അനുഭവം. പ്രത്യേകമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇത് പാടിയ അച്ഛന് നന്ദി പറയുന്നു. ഒത്തിരി ഒത്തിരി. ഇതിൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ തന്നെ ജോസ് ഒഴലക്കാട്ടച്ഛനാണ്. ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞു, പാമ്പല്ലൂർ പള്ളി വികാരിച്ചനാണ്, പള്ളിപ്പുറം ഫൊറോന വികാരിച്ചനൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ ഒരു ജീവിച്ചിരിക്കുന്നൊരു, ഞാൻ പറയുന്നൊരു ക്രിസ്തു തന്നെയാണ്. ഒരു കിഡ്നി ഒരു ഇതര സമൂഹത്തിലുള്ള ഒരു സഹോദരന് വേണ്ടി പകുത്തു നൽകിയൊരു അച്ഛനാണ്. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കൂടി ഈ സമയത്ത് വളരെ ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. ഫ്രാൻസിസ് അസീസിനെ പറ്റി ഇങ്ങനെ ഒരു പാട്ട് ഇന്നുവരെ കേട്ടിട്ടില്ല. നല്ല വരികളല്ലേ. ജോയി ചേട്ടൻ അന്ന് വളരെ മനോഹരമായ സംഗീതം കൂടി നൽകിയിട്ടുണ്ട്. താങ്ക് യു സിസ്റ്റർ. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡുകൾ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ നമ്മളോടൊപ്പം ഒത്തിരി വിശേഷങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഏഞ്ചൽ സിസ്റ്ററിൻ്റെ അനുഭവങ്ങളൊക്കെ പല പല വേദികളിലൂടെയൊക്കെ സിസ്റ്റർ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഈശോയുടെ കരമായി തീർന്നിട്ടുണ്ട് സിസ്റ്റർ. ഈ ഫ്രാൻസിസ് അസീസിയുടെ ഇപ്പോൾ ഒരു ഗാനം പാടിയതുപോലെ പുണ്യാളുടെ വളരെ വിശദമായ ഒരു പ്രാർത്ഥനയുണ്ട്. മേക്ക് മീ അൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് പീസ്, അൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് യുവർ ലവ്. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി തീർക്കണേ. അതുപോലെ തന്നെയാണ് സിസ്റ്ററിൻ്റെ ജീവിതം, അഭിഷേകം നിറഞ്ഞ ജീവിതം. ഇനിയും ഒത്തിരി വരികൾ എഴുതാൻ പറ്റട്ടെ.
അതിന് ജീവൻ തുടിക്കുന്ന സംഗീതം നൽകാൻ പറ്റട്ടെ. അതിൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ സുന്ദരമായ ശബ്ദവും കാരണമായി തീരട്ടെ. ഒത്തിരി ഗാനങ്ങൾ, അഭിഷേകമുള്ള ഒത്തിരി ഗാനങ്ങൾ ഇനിയും വരാനിടയാകട്ടെ. നമ്മുടെ ആത്മാർത്ഥമായിട്ട് ശാലോം ടി വിയുടെ പേരിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളും പുതിയ ഗാനങ്ങളുമായിട്ട് നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണാം. ഒത്തിരി സ്നേഹത്തോടെ എവർക്കും നന്ദി. ഫ്രാൻസിസേ, വിശുദ്ധ ഫ്രാൻസിസേ, അസിസി തന്നനുഗ്രഹമേ, ആമ്പല്ലുക്കാലംബമേ, അശരണത്താശ്വാസമേ, അശരണത്താശ്വാസമേ, അശരണത്താശ്വാസമേ.